ഇത് നമ്മുടെ വീടിൻ്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബൊഫേ സിസ്റ്റം ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസ്, അതേപോലെ ചില്ലി ചിക്കൻ, ചിക്കൻ കറി, പിന്നെ കപ്പ മീൻ കറി, ഐസ്ക്രീം, എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഫുഡ് എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഫുഡ് സൂപ്പറായിരുന്നു എന്നാണ്. അതേപോലെ ഞങ്ങളുടെ തറവാട്ടിൽ ഇത് നൈറ്റ് പാർട്ടി ഇങ്ങനെ വെക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേപോലെ ഞാനും പ്രതിയായിട്ട് ഉണ്ണിയോളം അങ്ങനെ വൈറ്റ് കോംബോ ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും വൈറ്റ് ഡ്രസ്സായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. എല്ലാം ശുഭമായിക്കോട്ടെ എന്ന് വെച്ച് ഞങ്ങൾ വൈറ്റിലൊരു കുറവും വരുത്തിയില്ല. വൈറ്റോട് കൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണിമോളുടെയും തീർത്ഥക്കുട്ടിയുടെയും ഡാൻസ് ആയിരുന്നു. ഒരു സ്റ്റേജ് കിട്ടിയ അല്ലെങ്കിൽ ഇങ്ങനെ ഡാൻസ് കളിക്കാനൊരു അവസരം കിട്ടിയ എൻ്റെ ഉണ്ണിമോളനെ ലാസ്റ്റ് എല്ലാവരും ബലമായി ഇറക്കി വിടുന്നൊരവസ്ഥയാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഡാൻസ് കളിക്കാനായിട്ട്. അതേപോലെ നമ്മുടെ ഫാമിലിയിൽ ഒരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇതുപോലെ വട്ടട്ടിരുന്ന് സംസാരിക്കുക. അതേപോലെ തന്നെ എല്ലാവരും, ഞങ്ങൾക്ക് മെയിൻ എന്ന് പറയണത് അതുതന്നെയാണ്. സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ ഞങ്ങളത് ആരും വിട്ട് കളയാറില്ല. എല്ലാവരും കൂടി ഒത്തുകൂടി കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പുറത്തെ ഇപ്പുറത്തേയും കുശുമ്പും കുറ്റും പറയാം. അതൊക്കെ തന്നെ പരിപാടി. അതേപോലെ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഏറ്റവും ഫസ്റ്റ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. എന്തെന്നൊന്നുമില്ല, അപ്പം എന്ത് തോന്നുന്നു അപ്പം ഞങ്ങളത് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഒത്തൊരുമിക്കുക. നമ്മുടെ മനസ്സിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും ആ ടൈമിൽ നമ്മൾ അതൊക്കെ മറന്ന് എല്ലാവരും കൂടി ഒന്നിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് തന്നെ പറയാം കേട്ടോ. ഇന്ന് പലയിടത്തും നമുക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ആർക്കും സാധിക്കാതെ വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്തു അമ്മയുടെയും അനിൽ പാപ്പൻ്റെയും ശാന്തകുഞ്ഞമ്മയുടെയും ഡാൻസ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അവരിപ്രാവശ്യം സ്റ്റേജ് അങ്ങോട്ട് തിമിർത്താടിയിട്ടുണ്ട്. അതുപോലെ ഇതുപോലെ ലൈറ്റ് ഇട്ട് കാണാൻ വേണ്ടി നമ്മുടെ വീട് പണി ഏറ്റവും ഫസ്റ്റ് വീട് കയറ്റിയപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ അത് നമുക്ക് കൊറോണയും കാര്യങ്ങളൊന്നും കാരണം ഒന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷേ അതിൻ്റെയൊക്കെ സങ്കടം തീർത്ത് ഇപ്രാവശ്യം ഞങ്ങൾ ലൈറ്റൊക്കെ ഇട്ട് വീട് അത്രയും ഭംഗിയാക്കി എടുത്തു കേട്ടോ.